കുറുവ സംഘം എന്ന പേര് ഈ അടുത്ത നാളുകളിലായി മലയാളികളെ പേടിപ്പെടുത്തുന്ന ഒന്നാണ്. ഇവർ വീടുകളിലെത്തി മോഷണം നടത്തുകയും ആളുകളെ ആക്രമിക്കുകയും ചെയ്യുന്നു. ഇവരിൽ ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും കുറുവ എന്ന പേര് നമ്മുടെ നാട്ടിൽ ഒരു പേടി സ്വപ്നം തന്നെയാണ്. ഈ ഘട്ടത്തിൽ ഈ പേരിന് പിന്നിലെ ചരിത്രത്തിലേക്കുള്ള ഒരു അന്വേഷണമാണിത്. കുറുവർ എന്നറിയപ്പെടുന്ന കുറുവ ഗോത്രത്തിന് തമിഴ്നാട്ടിൽ സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. അവർ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കുറിഞ്ഞി പർവ്വത പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരു തമിഴ് വംശീയ സമൂഹമാണ്. കുരുവർ എന്ന തമിഴ് പദത്തിന്റെ അർത്ഥം നേതാവ് അല്ലെങ്കിൽ ഗുരു എന്നാണ്. BC 300 തമിഴ് സംഘസാഹിത്യത്തിൽ ഇവരെക്കുറിച്ചുള്ള വളരെ ദീർഘമായ പരാമർശങ്ങളുണ്ട്. പരമ്പരാഗതമായി കുറുവകൾ വേട്ടക്കാരും വനവിഭവങ്ങൾ ശേഖരിക്കുന്നവരുമായിരുന്നു. ഇവർ കുറിഞ്ഞി പർവ്വതങ്ങളുടെ താഴ്വരയിലാണ് താമസിച്ചിരുന്നത്. മുള കൊണ്ടുള്ള കരകൗശല വിദ്യയിലും കൊട്ടകൾ, ചൂലുകൾ, പായകൾ എന്നിവ നിർമ്മിക്കുന്നതിലും ഇവർ അഗ്രഗണ്യരായിരുന്നു. കുറുവകൾക്ക് അവരുടേതായ പാരമ്പര്യവും ആചാരങ്ങളും സവിശേഷമായ ഒരു സാംസ്കാരിക വ്യക്തിത്വവുമുണ്ട്. മുരുകൻ, മൈലാര, എല്ലമ്മ തുടങ്ങി വിവിധ ദേവതകളെ ഇവർ ആരാധിക്കുന്നു. കഥ പറച്ചിലിൻ്റെയും നാടോടി സംഗീതത്തിൻ്റെയും ശക്തമായൊരു സാംസ്കാരിക പാരമ്പര്യവും ഇവർക്കുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. എന്നാൽ ഈ ജനതയുടെ കഥ വഴിമാറുന്നത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് അധിനിവേശ കാലത്താണ്. 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പിന്നീട് ബ്രിട്ടീഷ് രാജഭരണകൂടവും ഇന്ത്യയെ കോളനിയാക്കി. കൊളോണിയൽ ഭരണകൂടം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തങ്ങളുടെ അധികാരങ്ങളും നിയന്ത്രണങ്ങളും വിപുലീകരിക്കാൻ ശ്രമിച്ചു. ഇതുമൂലം പ്രാദേശിക ജനസമൂഹങ്ങളുമായുള്ള സംഘർഷങ്ങളും ആരംഭിച്ചു. ഇന്ത്യയിലെ പല ഗോത്ര സമൂഹങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പ് തുടങ്ങി. ഇതിൽ കുറുവരുമുണ്ടായിരുന്നു. കുറുവർ അവരുടെ പരമ്പരാഗതമായ തൊഴിൽ ചെയ്യുന്നതിന് കാടുകളിലേക്ക് പ്രവേശിക്കുന്നത് ബ്രിട്ടീഷുകാർ തടഞ്ഞു. ഇതിനായി ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെന്റ് പ്രത്യേക വന നിയമങ്ങൾ നടപ്പിലാക്കി. വിദഗ്ധരായ വേട്ടക്കാരും വനവിഭവങ്ങൾ ശേഖരിക്കുന്നവരുമായിരുന്ന കുറുവകൾക്ക് ഇതുമായി പൊരുത്തപ്പെടാൻ സാധിച്ചില്ല. കാരണം കാടില്ലെങ്കിൽ അവർക്ക് ജീവിതമില്ലായിരുന്നു. ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ അവരെ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും കടുത്ത നിരാശയിലേക്കും നയിച്ചു. പലരും അവരുടെ പൂർവിക ദേശങ്ങളിൽ നിന്നും കുടിയിറക്കപ്പെട്ടു. ഒടുവിൽ ഈ സമൂഹത്തിലെ ചെറുപ്പക്കാർ ബ്രിട്ടീഷുകാരുടെ വന നിയമങ്ങൾ ലംഘിച്ച് കാട് കയറാൻ തുടങ്ങി. ഇതുമൂലം കുറുവകൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നോട്ടപ്പുള്ളികളായി. കുറുവരുമായി വിദേശികൾ നിരന്തരം സംഘർഷത്തിലായി. ഒടുവിൽ 1871 ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെന്റ് ക്രിമിനൽ ട്രൈബ്സ് ആക്ട് അഥവാ CTA നടപ്പിലാക്കി. കുറുവകൾ ഉൾപ്പെടെയുള്ള ചില സമുദായങ്ങളെ ക്രിമിനൽ ട്രൈബ്സ് അഥവാ കുറ്റവാളി ഗോത്രങ്ങൾ എന്ന് ഇംഗ്ലീഷ് ഭരണകൂടം മുദ്രകുത്തി. കൊളോണിയൽ ഭരണകൂടം ഈ സമൂഹങ്ങളെ ക്രമസമാധാനത്തിന് ഭീഷണിയുയർത്തുന്ന മഹാകുറ്റവാളികളായി കണക്കാക്കാൻ തുടങ്ങി. തുടർന്ന് ക്രിമിനൽ ട്രൈബ്സ് ആക്ട് അഥവാ CTA ഉപയോഗിച്ച് സായിപ്പുമാർ കുറുവകളെ ബലം പ്രയോഗിച്ച് പ്രത്യേകം കോളനികളിലേക്ക് മാറ്റി പാർപ്പിച്ചു. അവിടെ അവർ കർശനമായ നിയന്ത്രണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയരായി. ഭരണകൂടം അനേകം കുറുവകളെ അറസ്റ്റ് ചെയ്യുകയും തടവിലിടുകയും തങ്ങൾക്കു വേണ്ടി കഠിനമായ അടിമ ജോലി ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും തങ്ങളുടെ മേൽ വീണ ക്രിമിനൽ ഗോത്രമെന്ന കളങ്കിത നാമം ആ പാവങ്ങൾക്ക് പേറേണ്ടി വന്നു. ഒടുവിൽ 1952 ഇന്ത്യ സർക്കാർ CTA റദ്ദാക്കി കുറുവകളെ ക്രിമിനൽ ട്രൈബ് എന്ന മുദ്രയിൽ നിന്നും മോചിപ്പിച്ചു. എന്നിരുന്നാലും ബ്രിട്ടീഷ് കൊളോണിയലിസം നൽകിയ കുറ്റവാളി ഗോത്രമെന്ന കളങ്കവും പാരമ്പര്യവും കുറുവരെ എന്നും പിന്തുടർന്നു. കാലക്രമേണ ഇവരിൽ ചിലർ കൃഷിയിലേക്ക് തിരിയുകയും കുറച്ചുപേരൊക്കെ ഭൂവുടമകളാവുകയും ചെയ്തു. മറ്റുള്ളവർ ഇവരുടെ തന്നെ കുടിയാന്മാരായി. തമിഴ്നാട്ടിൽ ഇവരുടേത് മാത്രമായ ചില ഗ്രാമങ്ങളുമുണ്ടായി. തമിഴ്നാട്ടിൽ ഇവരെ പട്ടികവർഗമായി അംഗീകരിക്കുന്നതുൾപ്പെടെ കുറുവകളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുമുണ്ട്. എങ്കിലും ഈ സമൂഹത്തിലുള്ള നിരവധി ആളുകൾ ഇന്നും സാമൂഹികമായ കൂടിച്ചേരലുകൾ സാധ്യമാകാതെ ഒറ്റപ്പെട്ടും നാടോടികളായും ദാരിദ്ര്യത്തിൽ കഴിയുന്നു.
വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നീ മേഖലകളിൽ നിരവധി വെല്ലുവിളികൾ ഈ കുറുവ സമൂഹത്തിലെ ഒരു വിഭാഗം ഇന്നും അഭിമുഖീകരിക്കുന്നു. ഉപജീവനത്തിനായി പലരും മോഷണം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തുതന്നെയായാലും ഇന്ന് കവർച്ചക്കാരെന്നും അക്രമികളെന്നും അറിയപ്പെടുന്ന ഈ സമൂഹം ഇങ്ങനെയായി തീർന്നതിന് പിന്നിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ മാനുഷികതയില്ലാത്ത നിയമങ്ങളായിരുന്നുവെന്ന് നാം മറക്കാതിരിക്കുക. ഒപ്പം അവരെ പൂർണ്ണമായും സാമൂഹികമായി പൊതുധാരയിലാക്കാൻ കഴിയാതെ പോയതിൽ നമ്മുടെ ഇന്നത്തെ ഭരണാധികാരികൾക്കുള്ള പങ്കിനെയും നാം കാണാതെ പോകരുത്. Come on TV, please subscribe to this channel for more news and facts.